പ്രധാനപ്പെട്ട രേഖകളാണ് ആധാർ കാർഡും പാൻ കാർഡും. ഇനി പുതിയ പാൻ നമ്പർ ലഭ്യമാകുന്നതിന് ആധാർ ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് തീരുമാനിച്ചു. ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാക്കാനാണ് പരിഗണിക്കുന്നത്. പാൻ കാർഡിനായിട്ടുള്ള അപേക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ ആധാർ തിരിച്ചറിയൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആധാർ കാർഡ് ഉള്ളവർക്ക് മാത്രമേ പാൻ നമ്പറിനായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ പേര്, ജനനതീയതി തെളിയിക്കുന്ന രേഖ, തിരിച്ചറിയൽ രേഖ എന്നിവ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു. കൂടാതെ നിലവിലുള്ള പാൻ ആധാറുമായി ബന്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ഇത് ചെയ്യുന്നതിനായി 2025 ഡിസംബർ 31 വരെയാണ് അവസരം നൽകിയിട്ടുള്ളത്. ഈ സമയത്തിന് ശേഷവും ആധാറുമായി ബന്ധിപ്പിക്കാതിരിക്കുന്ന പാൻ നമ്പറുകൾ പ്രവർത്തനരഹിതമാവാൻ സാധ്യതകൾ ഏറെയാണ്. അതിനാൽ ഈ തീയതിക്ക് മുമ്പായി എല്ലാവരും തന്നെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. ആധാറും പാനും ബന്ധിപ്പിക്കാനായിട്ടുള്ള സമയപരിധി നിരവധി തവണ നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു. ആളുകൾ ഒന്നിലധികം പാൻ കാർഡ് കൈവശം വയ്ക്കുന്നതും കൂടാതെ നികുതി വെട്ടിപ്പ് നടക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുള്ളത്. നിരവധി ആളുകൾ ഇപ്പോൾ ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുമാണ്. കൂടാതെ ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അവ കൃത്യമായി പരിഹരിക്കേണ്ടതുമാണ്. ആധാർ കാർഡ് എടുത്ത് 10 വർഷം കഴിയുമ്പോൾ ആധാർ പുതുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആധാർ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ്. അതിനാൽ ആധാർ കാർഡിലെ എല്ലാ വിവരങ്ങളും ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കണം ഉണ്ടാകുക. ഫോൺ നമ്പറിൽ മാറ്റം വന്നാലും ആധാർ കാർഡിൽ അത് തിരുത്തേണ്ടതാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം, കൂടാതെ കൂടുതൽ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക.